നമസ്കാരം. ഇന്ന് ബോബ്കാറ്റിന്റെ ഒരു എക്യുപ്മെന്റ് പരിചയപ്പെടുത്താനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ബോബ്കാറ്റ് സ്റ്റാൻഡേർഡ് 450 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ്. ഇത് എക്സ്കവേറ്ററിന്റെ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. ഇതിനെ നമ്മൾ ടെക്നിക്കലി പറയുന്ന പേര് സ്കിഡ് സ്റ്റിയർ ലോഡർ എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഇത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ കൺസ്ട്രക്ഷൻ, നമ്മുടെ നിർമ്മാണ മേഖലകളിലും അതേപോലെ തന്നെ റോഡ് പണികൾക്കും പിന്നെ അതേപോലെ കാർഷിക മേഖലകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഈ പറയുന്നൊരു സ്കിഡ് സ്റ്റിയർ ലോഡർ എന്ന് പറയുന്നുള്ള ഒരു എക്യുപ്മെന്റ്. ഇപ്പൊ ഒരുപാട് ജോലി സാധ്യതകളും ഉള്ള ഒരു എക്യുപ്മെന്റ് ആണ്. എക്സ്കവേറ്റർ കാറ്റഗറിയിൽ വരുന്ന ഒരു എക്യുപ്മെന്റ് ആണ് സ്കിഡ് സ്റ്റിയർ ലോഡർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ പാർട്സും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതൊന്ന് പരിചയപ്പെടാം. ആദ്യമേ തന്നെ ഈ സ്കിഡ് സ്റ്റിയർ ലോഡറിന്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ബക്കറ്റിനെ നമ്മൾ ലോഡർ എന്നാണ് പറയാം. ലോഡർ അറ്റാച്ച് ചെയ്തേക്കുന്നത് ലോഡർ ആം ആണ്. ഈ കാണുന്ന തന്നെയാണ് നമ്മൾ രണ്ട് സൈഡിലുണ്ട് ലോഡർ ആം. ഈ ബക്കറ്റിനെ ഉയർത്താനും താഴ്ത്താനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പാർട്ടാണ് ലോഡർ ആം എന്ന് പറയുന്ന ഈ ഒരു എക്യുപ്മെന്റ്. പിന്നെ അതേപോലെ തന്നെ നോക്കിയാൽ കാണാം നമുക്ക് ഇവിടെ രണ്ട് സിലിണ്ടറുകൾ ഉണ്ട്. ഇതിനെ നമ്മൾ ഹൈഡ്രോളിക് സിലിണ്ടർ എന്ന് പറയും. ഈ സിലിണ്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ബക്കറ്റിനെ ഓപ്പണും ക്ലോസും നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് 4 വീലുകൾ വരുന്നുണ്ട്. നമ്മൾ വീലിൽ ഓടുന്ന ഒരു എക്യുപ്മെന്റും കൂടിയാണ്. 4 വീല് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഓപ്പറേറ്റർ ക്യാബിൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ കയറിയിരുന്നാണ് ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ ഉള്ളിൽ നമുക്ക് സീറ്റ് ഉണ്ട്. അതേപോലെ തന്നെ പെഡലിലാണ് ഇതിന്റെ കൺട്രോളിങ് വരുന്നത്. നമുക്ക് നോക്കിയാൽ കാണാം 2 ലിവർ വരുന്നുണ്ട്. നമുക്ക് ഫോർവേഡ് റിവേഴ്സിങ്ങിന് വേണ്ടി അതേപോലെ ടേൺ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ലിവറിലാണ്. പിന്നെ പെഡൽസിലാണ് ഇതിന്റെ ബക്കറ്റിന്റെ കൺട്രോളുകൾ വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകതയാണ് പെഡലില് ഇതിന്റെ കൺട്രോളിങ് വരിക എന്നുള്ളത്. ഈ ഒരു സ്കിഡ് സ്റ്റിയർ ലോഡറിന്റെ ഒരു പ്രത്യേകതയും കൂടിയാണ്. പിന്നെ അതേപോലെ തന്നെയാണ് നമുക്ക് 360 ഡിഗ്രി നിർത്തിയ സ്ഥലത്ത് നിന്ന് തന്നെ 360 ഡിഗ്രി നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്യുപ്മെന്റും കൂടിയാണ് ഈ കാണുന്ന സ്കിഡ് സ്റ്റിയർ ലോഡർ. പിന്നെ കുറച്ചും കൂടി സേഫ്റ്റി കൂടുതലായിട്ടുള്ള ഒരു എക്യുപ്മെന്റും കൂടിയാണ്. ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പല ടൈപ്പ് എക്സ്കവേറ്ററുകൾ ഉണ്ട്. അതായത് ബാക്ക് ലോഡർ ആണെന്നുണ്ടെങ്കിലും ക്രൗളർ എക്സ്കവേറ്റർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ സൈഡിലൂടെയാണ് ഓപ്പറേറ്റിംഗ് സീറ്റിലേക്ക് കയറുന്നത്. അപ്പൊ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലൂടെയാണ് നമുക്ക് എൻട്രൻസ് വരുന്നത്. അപ്പൊ കയറുമ്പോൾ നമ്മളൊരു 3 പോയിന്റ് ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ എക്യുപ്മെന്റ്സിലേക്ക് കയറുന്നത്. 3 പോയിന്റ് വേറെ ഒന്നല്ല, ഈ കാണുന്ന ഹാൻഡ് ബാറും ഒരു ഫുഡ് റെസ്റ്റ് ഉണ്ടാവും. ഇതിൽ ചവിട്ടിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഉള്ളിലേക്ക് കയറുക. സ്കിഡ് സ്റ്റിയർ അറ്റാച്ച്മെന്റ്സുകളിൽ ബക്കറ്റിന് പുറമെ ഉപയോഗിക്കാൻ പറ്റുന്ന അറ്റാച്ച്മെന്റ്സുകളാണ് ബാക്ക് ഹോസ്, ബ്രൂംസ്, ബുഷസ്, ടില്ലേഴ്സ്, റാക്സ്, ഓജേഴ്സ്, സ്നോ പുഷർ, ഹാമർ, ഫോർക്ക്ലിഫ്റ്റ് മുതലായവ. സ്കിഡ് സ്റ്റിയർ ലോഡർ സാധാരണയായി ഉപയോഗിക്കുന്ന വർക്ക് സൈറ്റുകളിലാണ്. ഒരു തൊഴിലാളിക്ക് ചെയ്യാൻ പറ്റുന്ന ഒട്ടുമിക്ക വർക്കുകളും ചെയ്യാൻ പറ്റുന്ന ഒരു എക്യുപ്മെന്റാണ് സ്കിഡ് സ്റ്റിയർ ലോഡർ. ചെറിയ സ്പേസുകളിൽ കയറി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്യുപ്മെന്റും കൂടിയാണ് സ്കിഡ് സ്റ്റിയർ ലോഡർ. പല വിധത്തിലുള്ള അറ്റാച്ച്മെന്റ്സുകൾ യൂസ് ചെയ്ത് വർക്ക് ചെയ്യാനും ഇതിൽ സാധിക്കും. അപ്പൊ ഇത്രയാണ് ഇന്ന് സ്കിഡ് സ്റ്റിയർ ലോഡറിനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.